എല്ലാവരും വീട്ടിലെത്തിയിരിക്കുന്നു. പക്ഷേ പലരും പട്ടിണി കിടന്നതുകൊണ്ട് ഒരുപാട് അവശതയിലായി. പലരും പല രോഗത്തിനടിമയായി. ഖുറൈശി നേതാക്കളുടെ വിലക്കുകൾക്ക് കുറച്ച് ഇളവ് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, സൈനബ ബീവി ഓടിച്ചെന്ന് കാണണം. അവിടുത്തെ ഉപ്പയെ കാണാനായി, ഉമ്മയെ കാണാനായി, അവിടുത്തെ അനിയത്തിമാരെ കാണാനായി, അവിടുത്തെ കുടുംബങ്ങളെ കാണാനായി. പക്ഷേ അവരെ കണ്ട സമയത്ത് അവിടുത്തെ മനസ്സ് ഒന്ന് പതറിക്കാണണം. അവിടുത്തെ എല്ലാവരുടെയും പേക്കോലങ്ങൾ കണ്ടുകൊണ്ട് പട്ടിണി കിടന്ന് പലരും എല്ലും തോലുമായിരിക്കുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ഉമ്മ. ഹബീബായ തങ്ങളുടെ കൂടെ ജീവിച്ചു തുടങ്ങിയ അന്നു മുതൽ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്ന ആ കുടുംബത്തിൽ നിന്ന് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ കൂടെ ഇറങ്ങി വന്നപ്പോൾ അവിടുന്ന് അത്രയും പോലും തളരാത്ത ഒരു ഉരുക്കു വനിതയായിരുന്നു ഖദീജ ബീവി. ഇന്നിതാ അവിടുന്ന് വളരെയധികം തളർന്നിരിക്കുന്നു. കൊടും പട്ടിണി കൊണ്ട് അവിടുന്ന് വളരെയധികം ക്ഷീണത്തിലായിരിക്കുന്നു. കവിളുകളൊട്ടി കണ്ണുകൾ കുഴിഞ്ഞുപോയിരിക്കുന്നു. അതുപോലെ അബൂതാലിബും കിടപ്പിലായിരിക്കുന്നു. വളരെയേറെ കഷ്ടത്തിലായി. എണീക്കാൻ പോലും കഴിയാതെ പട്ടിണി കിടന്നുകൊണ്ട് അവിടുന്നും ഹബീബായ തങ്ങളുടെ കൂടെ സമരത്തിൽ നിന്നുകൊണ്ട് അവിടുന്നും ഇടങ്ങേറായിരിക്കുന്നു. പക്ഷെ ഹബീബായ തങ്ങൾ ഉറച്ച മനസ്സോടുകൂടെ ഇപ്പോഴും കർമ്മ നിരതനാണ്. ഇത് കണ്ട് സൈനബ ബീവിക്ക് ഒരു പുഞ്ചിരിയെങ്കിലും വന്നിരിക്കണം. അവിടുന്ന് ഒരു പ്രകാശമെങ്കിലും കണ്ടിരിക്കണം. അവിടത്തേക്കൊരു വിശ്വാസമെങ്കിലും വന്നിരിക്കണം. കാരണം ഇപ്പോഴും ഉപ്പ അതേ വിശ്വാസത്തോടുകൂടെ അതേ അള്ളാഹുവിലേക്ക് ബലമേൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഉപ്പ ജീവിക്കുന്നത്. ഇരുവരും കണ്ടുകൊണ്ട് അവിടുത്തെ ദിവസങ്ങളിലുണ്ടായ ഓരോ കാര്യങ്ങളും പങ്കുവച്ചു. അവിടുന്ന് സൈനബ ബീവിക്കുണ്ടായ വിഷമങ്ങൾ ഹബീബായ തങ്ങളോട് പറയുകയുണ്ടായി. എനിക്ക് അവിടേക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഖുറൈശി ജനതകൾ എന്നെ അതിനനുവദിച്ചിരുന്നില്ല. കണ്ടുകൊണ്ട് സൈനബ ബീവി അബുൽ ആസ് തങ്ങളോട് ചെന്ന് പറഞ്ഞിരിക്കണം, എൻ്റെ കുടുംബത്തെ ഒന്ന് ചെന്ന് കാണാൻ പറഞ്ഞിരിക്കണം. എൻ്റെ കുടുംബത്തെ ഇത്രയും ഉപദ്രവിച്ചവരുടെ കൂടെയാണോ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് ചോദിച്ചിരിക്കണം. ഇപ്പോഴും നിങ്ങൾക്ക് അവരോടാണോ കൂറെന്ന് ചോദിച്ചിരിക്കണം. സ്നേഹത്തിൽ കഴിയുന്നവർക്ക് അങ്ങനെ ചില സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. സൈനബ ബീവി ഇപ്പോഴും വളരെയധികം ഇടങ്ങേറിലാണ്. അവിടുന്ന് ഉമ്മ വയ്യാതെ കിടക്കുകയാണ്. ഉമ്മയെ പരിചരിക്കാനായി അവിടേക്ക് പോകണം. അതിനിടയിൽ ഉപ്പയുടെ കാര്യങ്ങൾ നോക്കണം, അനുജത്തിമാരുടെ കാര്യങ്ങൾ നോക്കണം. ഒരു കുഞ്ഞനുജത്തി 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഫാത്തിമ ബീവിക്ക്. അവളുടെ കാര്യങ്ങളും നോക്കണം. അതിനിടെ സ്വന്തം വീട്ടിലെ സ്വന്തം പ്രിയതമന്റെ കാര്യവും സൈനബ ബീവി നോക്കണമല്ലോ. ഇതിനിടെയാണ് ഉപ്പയുടെ പിതൃവിനായ അബൂ താലിബ് വിട പറഞ്ഞ വിവരം എല്ലാവരും അറിയുന്നത്. ഉപ്പയ്ക്ക് വളരെയധികം വല്ലാത്ത വിഷമം അനുഭവപ്പെട്ടു. അവിടേക്ക് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അബൂ താലിബ് ഉള്ളതുകൊണ്ടായിരുന്നു ഖുറൈശികൾ ഹബീബായ തങ്ങളുടെ നേരെ ആക്രമിക്കാതിരുന്നത്. ആ ദുഃഖത്തിൽ നിന്ന് മോചിതരാവുന്നതിന് മുമ്പേ തന്നെ അടുത്ത മരണവാർത്തയും സൈനബ ബീവി കേൾക്കാൻ ഇടയായി. അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ ബീവി മരണപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ഉമ്മ എന്നും താങ്ങും തണലുമായി അവിടത്തേക്ക് കൂടെ നിന്ന അവിടുത്തെ ഉമ്മ, ഉപ്പയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഉമ്മ, ആരെയും അളവറ്റ് കൂടുതൽ സ്നേഹിക്കാതെ എല്ലാവർക്കും തുല്യമായി സ്നേഹം പകർന്നു കൊടുത്ത ഉമ്മ. ആ ഉമ്മയുടെ വിടവാങ്ങൽ എല്ലാ മക്കളെയും ഒരുപാട് സങ്കടത്തിലായിത്തീരിക്കുന്നു. അവിടുന്ന് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ പോലും ആർക്കും കരയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. സൈനബ ബീവി കരഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ അനുജത്തിമാരും കരയുമല്ലോ. ഹബീബായ തങ്ങൾ മരണപ്പെട്ട് കിടക്കുന്നവരുടെ മുമ്പിൽ വാവിട്ട് കരയരുതെന്ന് ഉത്തരവുള്ളതാണ്. അതിന് വിപരീതമായി ചെയ്താൽ ഹബീബായ തങ്ങൾക്കും സങ്കടമാവും. അതുകൊണ്ട് സൈനബ ബീവി എല്ലാം മനസ്സിലൊതുക്കി പിടിച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ അനുജത്തിമാരെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്.